ലീഫ് ടെക് മീഡിയ ലൈഫ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ മനോഹരൻ. ഒരു മരത്തെ ബോൺസായി ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു ചെടിയെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ബോൺസായി ചെടിയുടെ ഗുണങ്ങൾ, പരിപാലനം, എങ്ങനെയാണ് ഒരു ചട്ടിയിൽ ഇത് നടേണ്ടത്, എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ആണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണുക. ഫിക്കസ് റെറ്റൂസ എന്ന ചെടിയെപ്പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. വീടിനകത്തും പുറത്തും വളർത്താവുന്ന ഒരു അപൂർവ വൃക്ഷ ഇനങ്ങളിൽപ്പെട്ട ഒന്നാണ് ഫിക്കസ് റെറ്റൂസ. ഇത് ഏറ്റവും സാധാരണമായ ബോൺസായി മരങ്ങളിൽ ഒന്നായതിൻ്റെ കാരണവും ഇതാണ്. ജിൻസെങ് ഫിക്കസ് എന്നുകൂടി പേരുള്ള ഈ മരങ്ങൾക്ക് കടും പച്ച ഓവൽ ആകൃതിയിലുള്ള ഇലകളുണ്ട്. ഇവയുടെ വേരുകൾ വളരെ ഭംഗിയുള്ളതാണ്. ചെറിയ അളവിൽ വെള്ളം കിട്ടിയാൽ പോലും നന്നായി വളരും. അവരുടെ കട്ടിയുള്ള ശിഖരങ്ങൾ ജിൻസെങ് ഫിക്കസ് മരങ്ങളെ വളരെ കടുപ്പമുള്ളതാക്കുന്നു. ഈ വൃക്ഷങ്ങൾക്കെല്ലാം ഓവൽ ഷേപ്പിലുള്ള ഇലകളാണെങ്കിലും മൊത്തത്തിൽ അത് നോക്കുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണാറുണ്ട്. വളരാനും പരിപാലിക്കാനും എളുപ്പമുള്ള കട്ടിയുള്ള ശിഖരങ്ങളുള്ള കടുപ്പമുള്ള ചെടികളാണിവ. ധാരാളം ബോൺസായി പ്രേമികൾ ഈ ബോൺസായി മരങ്ങൾ വളർത്താൻ തിരഞ്ഞെടുക്കുന്നു. ജിൻസെങ് ഫിക്കസ് ബോൺസായി മരങ്ങൾ വ്യത്യസ്ത തരങ്ങളിൽ വരുന്നു. ബോൺസായിക്കായി ഏതാണ്ട് 6 ഫിക്കസ് സ്പീഷീസുകൾ ഉപയോഗിക്കുന്നുണ്ട്. അവയ്ക്ക് വലിയ വേരുകളുണ്ട്. അവ മരങ്ങളുടെ തുമ്പിക്കൈ പോലെ കാണപ്പെടുന്നു. ജിൻസെങ് ഫിക്കസ് മരങ്ങളുടെ ഇലകൾ ഓവൽ ആകൃതിയും കടും പച്ചയും ഈ ഗണത്തിലെ മറ്റ് മരങ്ങളോട് സാമ്യമുള്ള വേരുകളുമാണ്. ബോൺസായി ജിൻസെങ് ഫിക്കസിൻ്റെ ആരോഗ്യപരമായ ചില ഗുണങ്ങളുണ്ട്. അവ ഒന്നൊന്നായി നമുക്കൊന്ന് നോക്കാം. 1. പ്രകൃതിദത്ത എയർ ഫിൽട്ടറാണ് ഈ ചെടികൾ. 2. പോഷകാഹാരത്തിൻ്റെ ഉറവിടമാണ്. ഇത് വിദേശ രാജ്യങ്ങൾ, ചില രാജ്യങ്ങളിലൊക്കെ ഇതിൻ്റെ ഇലകൾ പാകം ചെയ്ത് ആളുകൾ കഴിക്കാറുണ്ട്. അങ്ങനെ കഴിക്കുമ്പോൾ അതിൽ നല്ല പോഷകാഹാരമാണ് അതെന്നാണ് പറയപ്പെടുന്നത്. ഇതൊരു ഹെർബൽ മരുന്ന് കൂടിയാണ്. 4. വീടിനകത്ത് ചെടികൾ വെക്കുന്നത് വായുവിനെ ശുദ്ധീകരിക്കുകയും വീടിന് ഒരു അലങ്കാരവുമാണ്. സ്വാഭാവിക വായു ഫിൽട്ടറുകളുമായി പ്രവർത്തിച്ചുകൊണ്ട് ഫിക്കസ് സസ്യങ്ങൾ നിങ്ങൾ ശ്വസിക്കുന്ന വായുവിനെ ശുദ്ധീകരിക്കുന്നുണ്ട്. 5. ഗുണമെന്ന് പറയുമ്പോൾ കാർപ്പറ്റിംഗ്, വിനൈൽ, സെറാമിക്, മറ്റ് നിർമ്മാണ സാമഗ്രികൾ എന്നിവയിലൂടെ വായുവിലേക്ക് പുറന്തള്ളുന്ന രാസമലിനീകരണങ്ങൾ യഥാർത്ഥത്തിൽ ബോൺസായി ജിൻസെങ് ഫിക്കസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. സമ്മർദ്ദത്തിനുള്ള ഒരു ഹെർബൽ മരുന്ന് കൂടിയാണിത്. അതുപോലെ തന്നെ ചൈനക്കാർ ഇതിനെ യാങ് ജിൻസെങ് എന്ന് വിളിക്കുന്നു. രോഗപ്രതിരോധ ശേഷി വളരെയധികം മെച്ചപ്പെടുത്താൻ ഈ മരുന്നിന് കഴിയുമെന്നും ചൈനക്കാർ വിശ്വസിക്കുന്നു. 8. ഗുണമെന്ന് പറയുന്നത് കുറഞ്ഞ ടെസ്റ്റോസ്റ്റിറോൺ, ബലഹീനത, ഉറക്കമില്ലായ്മ, ഹോർമോൺ അസന്തുലിതാവസ്ഥ തുടങ്ങിയ ഹോർമോൺ പ്രശ്നങ്ങൾ ബോൺസായി ജിൻസെങ് ഫിക്കസ് കഴിക്കുന്നതിലൂടെ ഒഴിവാക്കാം. അതിൻ്റെ ഫൈറ്റോ ഹോർമോണുകൾ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ സഹായിക്കുന്നുണ്ട്. 8. ഗുണമെന്ന് പറയുന്നത് സ്തനാർബുദ സാധ്യത കുറയ്ക്കുന്നുണ്ട്. 9. ഗുണമെന്ന് പറയുന്നത് പ്രമേഹം പോലുള്ള രോഗങ്ങളിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഈ ജിൻസെങ് ചെടി സഹായിക്കുന്നുണ്ട്. 10. ഗുണമെന്ന് പറയുന്നത് ജലദോഷം, ക്ഷീണം, ചുമ, തൊണ്ടവേദന എന്നിവയൊക്കെ ചെറുക്കാനും ഈ ചെടി കഴിയും. ഒരു ബോൺസായി വൃക്ഷത്തെ നന്നായി വളർത്താനും പരിപാലിക്കാനും നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും മികച്ചതാണ്. 11. ഗുണമെന്ന് പറയുന്നത് ജിൻസെങ് ഒരു രോഗശമന ചെടിയാണ്. 12. ഗുണമെന്ന് പറയുന്നത് ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ തിരികെ നൽകിക്കൊണ്ട് ശരീരത്തെ ശാന്തമാക്കാനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നു. യഥാർത്ഥ ഫിക്കസ് റെറ്റൂസ മരം കൂടുതലും തെക്കുകിഴക്കൻ ഏഷ്യയിൽ കാട്ടിൽ വളരുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒരുതരം ഫിക്കസ് ജിൻസെങ് ഉത്പാദിപ്പിക്കാൻ ഫിക്കസ് റെറ്റൂസ ശാഖകൾ ഫിക്കസ് മൈക്രോ കാർപ്പയിലേക്ക് ബഡ് ചെയ്ത് ചേർക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ പേര് ലോകമെമ്പാടുമുള്ള നിരവധി സസ്യപ്രേമികൾക്ക് അല്ലെങ്കിൽ ബോൺസായി പ്രേമികൾക്ക് പരിചിതമായി തോന്നുന്നു. ഈ ചെടിയുടെ വലിപ്പക്കുറവും കട്ടിയുള്ള ശിഖരങ്ങളും ഇതിനെ ഒരു നല്ല അലങ്കാര സസ്യമായി മാറ്റുന്നു. ആധുനിക ഡിസൈൻ വീടുകൾക്ക് ഇത് വളരെ അനുയോജ്യമാണ്. നല്ല വെളിച്ചം വേണമെങ്കിൽ നേരിട്ട് സൂര്യപ്രകാശം ഇഷ്ടപ്പെടാത്ത ഒരു ചെടിയാണ് ഫിക്കസ് റെറ്റൂസ. പരിപാലിക്കാൻ എളുപ്പമാണെങ്കിലും വളരാൻ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അന്തരീക്ഷ ഊഷ്മാവ് 60 ഡിഗ്രി മുതൽ 75 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ ആയിരിക്കുമ്പോൾ ഫിക്കസ് റെറ്റൂസ വീടിനുള്ളിൽ നന്നായി വളരുന്നു. വസന്തകാലത്ത് ഓരോ 2 വർഷത്തിലും റീപോട്ടിങ്ങും മിക്കവാറും ആവശ്യമാണ്. ഈ ചെടിക്ക് ധാരാളം നനവ് ആവശ്യമില്ല. വേരുകൾക്ക് ചുറ്റും വെള്ളം കെട്ടിക്കിടക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈർപ്പം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഫിക്കസ് റെറ്റൂസ. ഫിക്കസ് റെറ്റൂസയെ ഒരു ബോൺസായിലേക്ക് എങ്ങനെ മാറ്റാം എന്നുകൂടി നമ്മൾക്കൊന്ന് നോക്കാം. ഇതിൻ്റെ യഥാർത്ഥ രൂപം സംരക്ഷിക്കപ്പെടാനോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് പുതിയ ചിനപ്പ് പൊട്ടൽ നിങ്ങളുടെ മനസ്സിലെ രൂപത്തിന് അനുയോജ്യമായി മുറിച്ച് മാറ്റുക. അതുപോലെ തന്നെ അതിനെ വയർ ചെയ്ത് അതിൻ്റെ ഷേപ്പുകളൊക്കെ നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇങ്ങനെ മാറ്റാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു ബോൺസായി ചെടിയാണ് ഫിക്കസ് റെറ്റൂസ. ഈ ചെടിക്ക് സാധാരണയായി കണ്ടുവരുന്ന രോഗങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് ഫംഗസും മറ്റൊന്ന് പാരസൈറ്റുകളുടെ ആക്രമണമാണ്. അതിനെ രണ്ടിനും ഒരു പരിധിവരെയൊക്കെ ഇത് പ്രതിരോധിക്കുമെങ്കിലും ചില സമയത്ത് ഇലകൾ കൊഴിഞ്ഞു പോകുന്നുണ്ട്. ഇത് ചിലപ്പോൾ നന കൂടിപ്പോയത് കൊണ്ടുമാകാം. അനുയോജ്യമല്ലാത്ത സ്ഥലത്ത് ഈ ചെടി സൂക്ഷിക്കുന്ന ഭാഗികമായോ പൂർണ്ണമായോ ഇല നഷ്ടപ്പെടാൻ ഇടയാക്കുന്നതാണ്. മണ്ണ് ഉണങ്ങുമ്പോൾ മാത്രം വെള്ളം നനയ്ക്കുക. പതിവായി ഇലകളിൽ വെള്ളം
തളിക്കുക, മിസ്റ്റ് ചെയ്യുക. വിക്കസ് റെറ്റൂസ ഇലകൾ മഞ്ഞ നിറമാകുകയോ പാടുകൾ പ്രത്യക്ഷപ്പെടുകയോ ചെയ്യും. പലപ്പോഴും റെഡ് സ്പൈഡറാണ് ഇതിന് കാരണം. ബോൺസായിക്ക് പ്രതിദിനം ഏകദേശം 5 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെയോ സൂര്യപ്രകാശം ആവശ്യമാണ്. ബോൺസായി മരങ്ങൾ വീടിനുള്ളിൽ നിന്നും വെയിൽ ലഭിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റുന്നത് പെട്ടെന്നാകരുത്. ചെടിയിലേക്കുള്ള പ്രകാശം ക്രമേണ വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കുക. 2-3 ആഴ്ചകൾ കൂടുമ്പോഴാണ് നനച്ചു കൊടുക്കേണ്ടത്. ശരത്കാല ശീതകാല മാസങ്ങളിൽ നനയ്ക്കുന്നത് ഒഴിവാക്കുക. ഈ ചെടിക്ക് വരൾച്ചയെ അതിജീവിക്കാൻ കഴിയും, കാരണം അത് അതിൻ്റെ വേരുകളിലൂടെ വെള്ളം ശേഖരിച്ചു വയ്ക്കുന്നതിനാലാണ്. പ്രതിദിനം 4 മുതൽ 6 മണിക്കൂർ വരെ സൂര്യപ്രകാശം മതിയാകുമെങ്കിലും കൂടുതൽ വെളിച്ചം കൊടുക്കുന്നത് ചെടിക്ക് നല്ലത് തന്നെയാണ്. മണ്ണ് ഉണങ്ങുന്നതിന് മുമ്പ് നനച്ചു കൊടുക്കേണ്ടതായി. പുതിയതായി നടുന്നതിന് ആഴം കുറഞ്ഞ ആവശ്യത്തിന് ഡ്രെയിനേജ് ഹോളുള്ള ഒരു ചട്ടിയാണ് ആവശ്യം. പോട്ടിംഗ് മിശ്രിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഡൻ സോയിൽ, മണൽ, ചരൽ, അതുപോലെ തന്നെ ചകിരിച്ചോറ് അല്ലെങ്കിൽ കൊക്കോബീറ്റ് തുടങ്ങിയവയുടെ ഒരു മിശ്രിതമാണ് നമ്മൾ ഈ ചട്ടിയിൽ നിറയ്ക്കേണ്ടത്. ചട്ടിയുടെ ഒരു 1/4 ഭാഗം ഇട്ടതിന് ശേഷം ചെടി ചട്ടിയിൽ കമ്പി കൊണ്ട് കെട്ടി ഉറപ്പിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള മിശ്രിതം, പോട്ടിംഗ് മിശ്രിതം അതിലേക്ക് ചേർക്കേണ്ടത്. എന്തായാലും വെള്ളം ഊർന്നു പോകത്തക്ക വിധത്തിൽ മുകളിലേക്ക് ചട്ടിയേക്കാളും ഇച്ചിലൂടെ ഉയർന്ന പൊക്കത്തിലേക്ക് മണ്ണ് നിറയ്ക്കുന്നതാണ് ഉത്തമം. അതുപോലെ തന്നെ ചട്ടിയിൽ നിന്ന് വെള്ളം ഏറ്റവും പെട്ടെന്ന് വാർന്നു പോകാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ചെടി നടേണ്ടത്. അല്ലെങ്കിൽ ഇതിൽ വെള്ളം പുറത്തേക്ക് പോകാതെ വന്നു കഴിഞ്ഞാൽ, വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ, ചട്ടിക്കകത്ത് വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ഈ ചെടിയുടെ ഇലകൾ കൊഴിഞ്ഞു പോയി ചിലപ്പോൾ ഈ ചെടി നശിച്ചു പോകും, അല്ലെങ്കിൽ തന്നെ അതിൻ്റെ ഭംഗി നശിച്ചു പോകും. ബോൺസായി ചെടിക്ക് അധികം ഇലകളൊന്നുമില്ല. ഒരു സാധാരണ ചെടിയുടെ ഇലകൾ പൊഴിയുന്നത് നമുക്കൊരു കാര്യമല്ല. പക്ഷേ ഇവിടെ മറിച്ചാണ് സംഭവിക്കുന്നത്. ഇന്ന് ഈ ചെടിയെക്കുറിച്ച് ഇതൊക്കെയാണ് പറയാനുള്ളത്. ഇനി കൂടുതൽ അറിവുള്ളവർ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്താൽ അത് എനിക്കും മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യും, കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും വേണം. എങ്കിൽ മാത്രമേ ഞാൻ ഇനിയും ഇടുന്ന ഇതുപോലുള്ള വീഡിയോകളെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കിട്ടുകയുള്ളൂ. അങ്ങനെ കിട്ടിയാൽ ആ വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കാണാവുന്നതുമാണ്. വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക, എങ്കിൽ മാത്രമേ അത് പൂർണ്ണമായും നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധയോടെ കാണാം. വീണ്ടും മറ്റൊരു ചെടിയുടെ വിശേഷങ്ങളുമായി കാണാം. അതുവരെ ഞാൻ ഡോക്ടർ മനോഹരൻ, സൈനിങ് ഓഫ് ആൻഡ് 73.